ഹലോ ആർമീസ്, നമ്മൾ എല്ലാവരും സോജാങ്കിന്റെയും തായ്കുക്കിന്റെയും കേസിന്റെ ഫർദർ ഡീറ്റെയിൽസിനെ കുറിച്ച് ആകാംക്ഷയോടെ ഇരിക്കുവാണല്ലോ. ആ കേസിന്റെ ഫസ്റ്റ് ട്രയൽ ഇന്നായിരുന്നു. നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. യൂട്യൂബ് ചാനലായ ടാൽക്കിയോസ് കാം എന്ന യൂട്യൂബ് ചാനലിന്റെ ഓപ്പറേറ്ററായ സോജാങ്കിനെതിരെയാണ് BTS അംഗമായ വിയും ജംഗുക്കും 19 മില്യൺ വോൺ നഷ്ടപരിഹാരത്തിന് പരാതി നൽകിയത്. അതിന്റെ കേസാണ് ഇന്ന് നടക്കുന്നത്. സിയോൾ വെസ്റ്റേൺ ഡിസ്ട്രിക്ട് കോർട്ട് സിവിൽ ഡിവിഷൻ 12 യൂട്യൂബിന്റെ ഓപ്പറേറ്ററായ സോജാങ്കിനെതിരായ കേസിന്റെ ആദ്യ പ്രതിരോധ ദിനം രാവിലെ 10:10 നടന്നു. സോജാങ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വി ജംഗുക് എന്നിവർ ഉൾപ്പെടെ കൂടാതെ മറ്റു ഐഡൽസിനെ കുറിച്ചും ബാഡ് ഇൻഫർമേഷൻസും ഫേക്ക് റൂമേഴ്സും പരത്തി അവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരുന്നു. ഇതിനു മുമ്പ് ജാങ് വോൺയങ് എന്ന ഒരു ഫീമെയിൽ ഐഡലും ഈ സോജാങ്ങിനെതിരെ അവരുടെ ഏജൻസിയായ സ്റ്റാർഷിപ്പ് എന്റർടൈൻമെന്റ് വഴി ലോസ്യൂട്ട് ഫയൽ ചെയ്ത് വിജയിച്ചിരുന്നു. യൂട്യൂബറായ സോജാങ് കൃത്യസമയത്ത് തന്നെ കോടതിയിൽ ഇന്ന് ഹാജരായിരുന്നു. സോജാങ് കോടതിയിൽ അവകാശപ്പെടുന്നത് എന്താണെന്നാൽ ജംഗുക് വിയും എന്നിവയെക്കുറിച്ച് എടുത്ത വീഡിയോ തെറ്റല്ലെന്നും വ്യക്തിപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടില്ലെന്നുമാണ് സോജാങ് പറയുന്നത്. സോജാങ്കിന്റെ വാദത്തിൽ സോജാങ്ക് പറയുന്നത്, ഈ വീഡിയോ എല്ലാം ഞാൻ തന്നെത്താനെ ക്രിയേറ്റ് ചെയ്തതാണ്, എന്നാലും ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞെന്നേ ഉള്ളൂ. അതെങ്ങനെയാണ് അവരെ ബാധിക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സോജാങ് സ്വന്തം തടി തപ്പാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ സോജാങ്കിന്റെ ഈ വാദങ്ങളെല്ലാം കോടതിയിൽ പൊളിയാനാണ് ചാൻസ് ഉള്ളത്. സോജാങ് ആണെങ്കിൽ ഇതെന്റെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രം എന്റെ ഒപ്പീനിയൻ ആയിട്ട് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊരിക്കലും ലോജിക്കായിട്ട് കോടതിയിൽ ഇതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. കാരണം ജംഗുക്കും വിയും ഒരുമിച്ച് കൊടുത്ത കേസാണിത്. അപ്പോൾ കൂടുതലും അവരുടെ ഭാഗത്താണ് ശരിയാകാൻ ചാൻസ്. കാരണം അവരുടെ പ്രൈവസി ആണല്ലോ വലുത്. കൂടാതെ സോജാങ് വിയെ കുറിച്ചും ജംഗുക്കിനെ കുറിച്ചും മിസ്ഇൻഫർമേഷൻസും റൂമേഴ്സും ഇറക്കിയതിന്റെ തെളിവുകളും ഉണ്ട്. കൂടാതെ ബിഗ് ഹിറ്റ് മ്യൂസിക് പറഞ്ഞത്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമെന്നും കൂടാതെ തെളിവുകളും രേഖകളും വേണ്ടിടത്ത് എത്തിച്ചോളുകയും ചെയ്തോളാമെന്നാണ് ബിഗ് ഹിറ്റ് മ്യൂസിക് പറഞ്ഞത്. ഇതിന്റെ സെക്കൻഡ് ട്രയൽ നടക്കാൻ പോകുന്നത് ഒക്ടോബർ 25-നാണ്. ഈ സോജാങ് പറഞ്ഞ റൂമേഴ്സും മിസ്ഇൻഫോർമേഷൻസും എല്ലാം തെറ്റായതുകൊണ്ടെന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണല്ലോ വിയും ജംഗുക്കും ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സത്യം എന്തായാലും അവരുടെ ഭാഗത്തായിരിക്കും. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻസ് കിട്ടുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ബൈ ആർമീസ്.